ഷാലോമിൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഒരുക്കിയിരിക്കുന്ന ഈ സ്നേഹവിരുന്നിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അടുത്ത വ്യാഴാഴ്ചയാണ് ക്രിസ്മസ്. ഈ ക്രിസ്മസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്ലെസ്സിങ് ആകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ നവംബർ 30 മാതൃഭൂമിയുടെ വാരാന്ത പതിപ്പിൽ ഒരു സംഭവം വായിച്ചത് എന്നെ വളരെയധികം സ്പർശിച്ചു. ഒരു മകൻ 5-8 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കുകയാണ്. അമ്മ അവർക്ക് വേണ്ടി ദാരിദ്ര്യത്തിൻ്റെ നാളുകളിൽ കഷ്ടപ്പെട്ടതും ആടിനെ വളർത്തിയതും പശുവിനെ വളർത്തിയതും കോഴികളെ വളർത്തിയതൊക്കെ ആ മകൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അമ്മയ്ക്ക് വളരെ പ്രായമായി 98 വയസ്സായി. അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഈ അമ്മയ്ക്ക് പെട്ടെന്ന് അപസ്മാരമുണ്ടായി കട്ടിലിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. ഈ മകനിത് മുൻകൂട്ടി കണ്ടതുകൊണ്ട് അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി ഈ അമ്മ വീണാൽ നിലത്തേക്ക് വീഴരുത്, എൻ്റെ ശരീരത്തിലേക്ക് വീഴണമെന്നുള്ള ഉദ്ദേശത്തോടെ ഈ കട്ടിലിനോട് ചേർന്നാണ് മകൻ കിടന്നത്. അതുകൊണ്ട് അമ്മ ഈ മകൻ്റെ മുകളിലേക്കാണ് വീണത്. അതുകൊണ്ട് കാര്യമായ ക്ഷതമൊന്നും തലയ്ക്ക് പറ്റിയില്ല. എങ്കിലും അവർ ആസ്പത്രിയിൽ അമ്മയെ കൊണ്ടുപോയി. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഒറ്റ നോട്ടത്തിൽ തലയ്ക്ക് വലിയ പരുക്കൊന്നും കാണുന്നില്ല, എന്നാൽ ഉള്ളിൽ ചിലപ്പോൾ ക്ഷതമുണ്ടായേക്കാം, നമുക്കൊരു സ്കാനിങ് നടത്തുന്നതാണ് നല്ലത്. എന്നിട്ട് ഡോക്ടർ ചോദിച്ചു, വിരോധമുണ്ടോ? അപ്പോൾ ഈ മകനത് മനസ്സിൽ ചിന്തിച്ചു, എന്താ അങ്ങനെ ഡോക്ടർ ചോദിക്കാൻ കാരണം? ഒരു വിരോധവും ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം സമ്മതം നൽകി. എന്നിട്ടും ഡോക്ടർ ഓരോ മകനോടും ചോദിച്ചു, വിരോധമുണ്ടോ? എല്ലാവരും പറഞ്ഞു, വിരോധമില്ല, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, സ്കാനിങ് നടത്തി. അങ്ങനെ സ്കാനിങ് നടത്തി റിസൾട്ടുമായിട്ട് നേഴ്സ് വന്നു. സന്തോഷത്തോടെ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ മകൻ നേഴ്സിനോട് ചോദിച്ചു, എന്താ ഡോക്ടർ അങ്ങനെ ചോദിച്ചത്, വിരോധമുണ്ടോ എന്ന് ചോദിക്കുവാനുള്ള കാരണം എന്താണ്? അപ്പോൾ നേഴ്സ് പറഞ്ഞു, ഇന്നത്തെ കാലത്ത് മക്കളുടെ ഒരു ചിന്ത ഇതാണ്, വളരെ പ്രായമായ മാതാപിതാക്കൾ ഇനി വേസ്റ്റാണ്, അവരെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല, അതുകൊണ്ട് അവർക്ക് വേണ്ടി ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തുന്നത് ഒരു അധിക ചെലവാണ്, പാഴ്ചെലവാണെന്നാണ് പൊതുവേ മക്കൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് അവരാരും സ്കാനിംഗ് ഒന്നും നടത്തുവാൻ സമ്മതിക്കാറില്ല, അതുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ ചോദിച്ചത് എന്ന് പറഞ്ഞു. ഇങ്ങനെ മാലിന്യത്തോടൊപ്പം മനുഷ്യരെ വലിച്ചെറിയുന്ന ഒരു കാലഘട്ടമാണിത്. കൽക്കട്ടയിലെ തെരുവീഥികളിൽ അങ്ങനെയുള്ള അനാഥരായ, ആർക്കും വേണ്ടാത്ത നിരാലംബരായ മനുഷ്യരെ അന്വേഷിച്ച് നടന്ന വിശുദ്ധയായ ഒരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു. അവരങ്ങനെ ചെയ്യാനുള്ള കാരണം ഈ പാവപ്പെട്ടവരിൽ, ആർക്കും വേണ്ടാത്തവരിൽ അവർ ക്രിസ്തുവിൻ്റെ മുഖം കണ്ടു എന്നുള്ളതാണ്. അങ്ങനെ ഇവർ തെരുവിൽ കൂടെ നടക്കുമ്പോൾ ഒരു ദിവസം ഈ ചപ്പ് കൂനയ്ക്കിടയിൽ നിന്ന് ഒരു ഞരക്കം കേട്ടു. അടുത്ത് ചെന്ന് നോക്കും, വളരെ പ്രായമായ ഒരു അമ്മ. അവർ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വേദന കൊണ്ട് ഞരങ്ങുകയാണ്, നല്ല പനിയുണ്ട്. അപ്പോൾ മദർ തെരേസ ഈ വൃദ്ധയായ സ്ത്രീയെ കോരിയെടുത്ത് തൻ്റെ വാഹനത്തിൽ വെച്ചു. അവരെയും കൊണ്ട് തൻ്റെ സ്ഥാപനത്തിലേക്ക് പോയി അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി വളരെ മനോഹരമായി ശുശ്രൂഷ ചെയ്ത ശേഷം അവരിങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ പറയുകയാണ്, എനിക്ക് അത് മറക്കാൻ കഴിയുന്നില്ല, ഞാൻ അവനോട് ക്ഷമിക്കുകയില്ല, ഇങ്ങനെ പറയുക. അപ്പോൾ മദർ തെരേസ ചോദിച്ചു, എന്താണ് അമ്മയ്ക്ക് മറക്കാൻ കഴിയാത്ത കാര്യം? ആരോടാണ് അമ്മയ്ക്ക് ക്ഷമിക്കുവാൻ പറ്റാത്തത്? അപ്പോൾ ഈ വൃദ്ധയായ സ്ത്രീ പറഞ്ഞു,
എനിക്ക് ഒറ്റ മകനേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനവനെ പൊന്നുപോലെ വളർത്തി, അവനെ പഠിപ്പിച്ചു, അവന് ജോലി കിട്ടി, അവനെ കല്യാണം കഴിപ്പിച്ചു, മക്കളുണ്ടായി. എന്നാൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ സ്വൈര്യ ജീവിതത്തിന് ഞാൻ തടസ്സമാണ് എന്ന് അവർക്ക് തോന്നി. ഞാനൊരു വേസ്റ്റായിട്ട് അവർക്ക് തോന്നി. ഒരു ദിവസം എൻ്റെ മകൻ എന്നെ ഈ ചപ്പ് കൂമ്പാരത്തിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. എനിക്ക് അത് മറക്കുവാൻ കഴിയുന്നില്ല. ഞാൻ അവനോടൊരിക്കലും ക്ഷമിക്കുകയില്ല. അപ്പോൾ ഇവർ മരിക്കുവാൻ പോവുകയാണ്. അപ്പോൾ മദർ തെരേസ പറഞ്ഞു, അമ്മ മരിക്കാൻ പോവുകയാണ്, ദൈവസന്നിധിയിലേക്ക് നമ്മൾ പോവുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ മുഖം കാണുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യണം, ആ മകനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കണം. അപ്പോൾ അമ്മ പറഞ്ഞു, എനിക്കത് സാധിക്കില്ല, എനിക്ക് ക്ഷമിക്കാൻ സാധിക്കുകയില്ല. വീണ്ടും മദർ തെരേസ പല പ്രാവശ്യം പറഞ്ഞ് അവൻ അറിവില്ലായ്മ കൊണ്ട് ഒരു ഭ്രാന്തൻ സമയത്ത് ചെയ്തതാണ്, അമ്മ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അനേക പ്രാവശ്യത്തെ ആ പ്രേരണ കൊണ്ട്, അതിലുപരി പ്രാർത്ഥന കൊണ്ട് ആ അമ്മ മകനോട് ക്ഷമിച്ച് വളരെ സമാധാനത്തോടെ, അതിലുപരി സന്തോഷത്തോടെ മരണത്തെ പുൽകുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഈ സംഭവം നമുക്ക് ഒരു പ്രത്യേക സന്ദേശം ക്രിസ്മസിന് നൽകുന്നുണ്ട്. ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവം മനുഷ്യനോട് ക്ഷമിച്ചതിൻ്റെ ഓർമ്മയാണ്. എനിക്ക് അങ്ങയെ വേണ്ട, അങ്ങയുടെ സ്നേഹം വേണ്ട, ഞാൻ അങ്ങയുടെ കൂടെ വസിക്കുന്നില്ല, അങ്ങയുടെ വാഗ്ദാനങ്ങൾ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ ധിക്കരിച്ച് ദൈവത്തിൽ നിന്ന് ഓടിപ്പോയ മനുഷ്യനെ അന്വേഷിച്ച് ദൈവം ഭൂമിയിലേക്ക് കടന്നു വന്നതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ്. ഈ ക്രിസ്മസ് നമുക്ക് ഒരു അനുഗ്രഹമാകണമെങ്കിൽ ദൈവത്തിൻ്റെ മനോഭാവത്തോടെ നമ്മൾ മറ്റുള്ളവരെ കാണണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. ദൈവം ക്ഷമിച്ചതുപോലെ നമുക്ക് ക്ഷമിക്കുവാൻ സാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രത്യേകമായ രീതിയിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ക്രിസ്മസ് ഒരു ബ്ലെസ്സിങ് ആകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ യേശുവിൻ്റെ നാമത്തിൽ ബ്ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കർത്താവ് ഉണ്ണീശോ നമ്മുടെ മനസ്സിൽ അവതാരം ചെയ്യുന്ന ഒരു വലിയ ആത്മീയ അനുഭവം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഈ ക്രിസ്മസ് അങ്ങനെയുള്ളൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളോട് കാണിച്ച വലിയ സ്നേഹത്തെ നമുക്ക് ഹൃദയത്തിൽ ഒരിക്കൽ കൂടെ ഓർക്കാം. അനേക മക്കൾ ഇന്നത്തെ കാലത്ത് മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. പക്ഷേ മാതാപിതാക്കളുടെ ഹൃദയം മക്കൾക്ക് വേണ്ടി തുടിക്കുന്നു. ഇതിനേക്കാൾ എത്രയോ ഉപരിയായ ഒരു പൈതൃക സ്നേഹമാണ് ദൈവത്തിൻ്റേത്. അവിടുന്ന് നമുക്ക് വേണ്ടി എപ്പോഴും തുടിക്കുന്ന ഒരു ഹൃദയമുള്ള പിതാവാണ്. ആ പിതാവിൻ്റെ പക്കലേക്ക് നമ്മുടെ എല്ലാ ഭാരങ്ങളെയും ഇറക്കി വയ്ക്കാം. പ്രത്യേകിച്ച് മനസ്സിലേറ്റ എല്ലാ മുറിവുകളെയും നോവുകളെയും ഇറക്കി വെച്ചുകൊണ്ട്, കർത്താവേ, അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ തിരുമനസ്സാകണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ തടസ്സങ്ങളെയും എടുത്തു മാറ്റണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെ വേദനിപ്പിച്ചവർ ഒരുപക്ഷേ നമ്മുടെ മക്കളായിരിക്കാം, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കാം. അവരോട് ഹൃദയപൂർവ്വം നമുക്ക് ക്ഷമിക്കാം. ഉണ്ണീശോയെ, എന്നെ അനുഗ്രഹിക്കുവാനായി അങ്ങയുടെ കുഞ്ഞു കരങ്ങൾ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ കണ്ടുകൊണ്ട് നമുക്ക് വേണ്ടി അവതരിച്ച ദൈവപുത്രനെ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ സകല ഭാരങ്ങളും സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം കർത്താവിനെ ആരാധിക്കാം. സ്വതന്ത്രമായി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 യേശുവേ ആരാധന, യേശുവേ മഹത്വം,
കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്ന അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഞങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ആരാധന അങ്ങയുടെ ആത്മാവിന്റെ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ബലഹീനതകളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു 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 യേശു. Praise the Lord. Hallelujah. Hallelujah. അപ്പമായി ഇന്നീയൾ താരയിൽ വന്നു വാഴും സ്വർഗരാജനീശു. അപ്പമായി ഇന്നീയൾ താരയിൽ വന്നു വാഴും സ്വർഗരാജനീശു. ധന്യമാമീ വേളയിൽ പുണ്യമായി നീ ഞങ്ങളിൽ വാവാ. അപ്പമായി ഇന്നീയൾ താരയിൽ വന്നു വാഴും സ്വർഗരാജനീശു. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ തിരുവോസ്തിരുവനായി നമ്മെ സന്ദർശിച്ച കർത്താവിനെ നമുക്കിപ്പോൾ ഭക്തിയാദരപൂർവ്വം ആരാധിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുക. ഇതാ കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നു. ജെറമ്യ 31:16 കരച്ചിൽ നിർത്തൂ, കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണെന്ന് അരുളി ചെയ്യുന്ന കർത്താവിന് മുമ്പിൽ നമ്മളെ തന്നെ ഈ സമയം കൊടുക്കുക. കണ്ണുനീരോടെ കടന്നു വന്നവർ, ഭാരത്തോടെ കടന്നു വന്നവർ ഈശോയിലേക്ക് നോക്കട്ടെ. ഇതാ കണ്ണുനീര് തുടയ്ക്കപ്പെടുന്ന, ഭാവഭാരങ്ങൾ ഏറ്റെടുക്കുന്ന, ദുഃഖങ്ങൾ അകറ്റുന്ന കർത്താവിന് മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, കർത്താവേ, ഈ സമയത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ജീവിതങ്ങളോടൊന്ന് സംസാരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ സർവശക്തനായ ദൈവത്തെ രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരുമിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന. കണ്ണുനീര് തുടയ്ക്കുന്ന കർത്താവേ, ഞങ്ങളെ ആരാധിക്കുന്നു. ദിവ്യകാരുണ്യത്തിൽ നിന്റെ ശക്തി ഞങ്ങളിലേക്ക് ഒഴുകട്ടെ. ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരിലേക്ക് ഒഴുകട്ടെ കർത്താവേ. നിന്റെ കാരുണ്യം, നിന്റെ സ്നേഹം കർത്താവേ ഞങ്ങളെ പുതുക്കട്ടെ. ഹല്ലേലൂയ. ദൈവമേ, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഭാവിയെ മാറ്റിമറിക്കുന്ന കർത്താവേ, സമഗ്ര മോചകനായ യേശുവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ കണ്ണുനീരുകൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. മുഖം വാടുമ്പോൾ എൻ മനം നീറുമ്പോൾ എൻ്റെ ചാരത്തു ചേരുന്നു സാന്ത്വനമാ. കരഞ്ഞാൽ കണ്ണീരൊപ്പും സ്നേഹമല്ലേ, എൻ്റെ നാഥനല്ലേ
ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. ഇതാ നമ്മുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് കടന്നു വന്ന് കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന സമയം. ഈ സമയത്ത് നമ്മുടെ കുടുംബങ്ങളെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമുക്കിപ്പോൾ ബോധപൂർവ്വം ഉയർത്താം. കർത്താവെ, ക്രിസ്മസ് നാളുകളിൽ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളെ അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു കർത്താവെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഇപ്പോൾ അങ്ങ് ആശീർവദിക്കണമേ കർത്താവെ. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ കുടുംബം അങ്ങയുടെ വഴിയിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങളുടെ കുടുംബത്തെ ഈ നാളുകളിൽ പുതുക്കണമേ. ഞങ്ങളുടെ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബ തകർച്ചകൾ അകറ്റണമേ കർത്താവേ. തിരുക്കുടുംബം പോലെ ഞങ്ങളുടെ കുടുംബങ്ങൾ സ്നേഹത്തിലും കൂട്ടായ്മയിലും ഒന്നായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥനയോടെ രണ്ട് കരങ്ങളിലും നമ്മുടെ കുടുംബങ്ങളെ ഈശോയുടെ മുമ്പിലേക്ക് കൊടുത്തുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ആരാധിക്കാം. ഈശോയെ, എന്റെ കുടുംബത്തിന്റെ അവസ്ഥകളിലേക്ക് വരണമേ. എന്റെ കുഞ്ഞുങ്ങളെ തൊടണമേ കർത്താവേ. എന്റെ ദാമ്പത്യ ജീവിതത്തിലേക്ക് അവിടുന്ന് വീണ്ടും കടന്നു വരണമേ. ഈ ക്രിസ്മസ് നാളുകളിൽ ദിവ്യകാരുണ്യമേ, അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളുടെ കുടുംബങ്ങൾ നവീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹം കൊണ്ടൊരു വീട് പണിയാ, ദൈവ സ്നേഹം കൊണ്ടൊരു വീട് പണിയാ, ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോ സ്നേഹം കൊണ്ടൊരു വീട് പണിയാ. ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചുകെട്ടുകയും ചെയ്യുന്ന കർത്താവേ, വിവിധ രോഗങ്ങളാലും വ്യാധികളാലും കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങളിപ്പോൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്. കർത്താവെ, നാളുകളായി ചികിത്സകൾ നടത്തിയിട്ടും സൗഖ്യപ്പെടാത്തവരായിട്ട് അനേക മക്കളുണ്ട്. ആശുപത്രികൾ കയറി ഇറങ്ങി മടുത്തു പോയവരുണ്ട്. മാറാവ്യാധികളാൽ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്. ഈശോയെ, ചെറുതും വലുതുമായി പലവിധ രോഗങ്ങളുടെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളിപ്പോൾ കൊണ്ടുവരികയാണ്. ലൂക്ക 4:40 വചനം പറയുന്നു, വിവിധ രോഗങ്ങൾ കഷ്ടപ്പെട്ടിരുന്നവരെല്ലാം അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഓരോരുത്തരുടെയും മേൽ കൈവച്ച് അവൻ അവരെ സുഖപ്പെടുത്തി. ഈശോയെ, ഓരോ മക്കളെയും, രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരികയാണ്. അങ്ങയിൽ നിന്നും ആ സൗഖ്യത്തിൻ്റെ ശക്തി ഒന്ന് പുറപ്പെടുവാനായിട്ട്, ഓരോ മക്കളുടെയും മേൽ അവിടുത്തെ കരങ്ങളൊന്ന് ചേർത്ത് വെച്ച് അനുഗ്രഹിക്കുവാനായിട്ട്, ആ സൗഖ്യം അവരുടെ ജീവിതങ്ങളിലേക്കൊന്ന് കടന്നു വരുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ രോഗികളെയും അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കരങ്ങൾ അവർക്ക് വേണ്ടി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. 2 കൊരിന്തോസ് 8:9 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്ക് അറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകുവാൻ വേണ്ടി തന്നെ ഞങ്ങളെ പുനരുദ്ധരിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി ദരിദ്രനായ കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളെയും നിന്റെ കരുണയുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കടബാധ്യതകളിൽപ്പെട്ട് ഉഴലുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, വരുമാന മാർഗം നിലച്ചുപോയവർ, കർത്താവേ, നീ കരുണയോടെ നോക്കണമേ. നിന്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിലേക്ക് ആവശ്യമായ, ഞങ്ങളുടെ ജീവിത സന്താനത്തിന് ആവശ്യമായ എല്ലാം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, ദൈവമേ നന്ദി പറയുന്നു. കർത്താവേ നിന്റെ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മഹത്വം ഞങ്ങളുടെ മേൽ പ്രകടമാകട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട്, ഞങ്ങളുടെ വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പുതിയ സാമ്പത്തിക വഴികൾ, സാമ്പത്തിക ചാലുകൾ ഞങ്ങൾക്കായി തുറക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കീഴി വാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കീഴി വാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന നമ്മുടെ യേശു എത്ര നല്ലവൻ. സ്നേഹമുള്ള ഈശോയെ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുകയാണ്. ദൈവമേ, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും യുവതി യുവാക്കളെയും അവിടുത്തെ കരുണയുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, അവരുടെ പഠനത്തിലുള്ള എല്ലാ തടസ്സങ്ങളും എല്ലാ വൈകല്യങ്ങളും അവിടുന്ന് മാറ്റിത്തരണമേ. പരീക്ഷകളിൽ അവരെ വിജയിപ്പിക്കണമേ. കർത്താവെ, പ്രത്യേകിച്ച് ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാ യുവതി യുവാക്കളെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ദൈവമേ, അവരുടെ ജീവിതത്തോട് അവിടുന്ന് കരുണ കാണിക്കണമേ. അവരുടെ ഭാവി ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവമേ, ഒത്തിരി മക്കള് പ്രായം കഴിഞ്ഞ് വിവാഹം നടക്കാതെ നിരാശപ്പെട്ട് കഴിയുന്നവരുണ്ടല്ലോ. കർത്താവെ, അവരുടെ ജീവിതത്തോട് അവിടുന്ന് കരുണയായിരിക്കണമേ. നല്ലൊരു ജീവിതാന്തസ്സിലേക്ക് അവരെ അവിടുന്ന് നയിക്കണമേ നാഥ. ഓ കർത്താവെ, അതുപോലെ വിവാഹിതരായ ഒത്തിരി ദമ്പതികൾ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവരുണ്ടല്ലോ. ദൈവമേ, ഒരു കുഞ്ഞിനെ നൽകി അവരുടെ ദാമ്പത്യ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹപൂർണ്ണമാക്കണമേ. ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. കർത്താവെ, അനേകര് ഒരു ഭവനമില്ലാത്തതിൻ്റെ പേരിൽ വേദനിക്കുന്നവരുണ്ടല്ലോ. അവരുടെ വേദനകളെ അവിടുന്ന് കരുണയോടെ കാണണമേ. ഒരു ഭവനം നൽകി അവരുടെ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് ഉത്തരമേകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ഒത്തിരി മക്കള് നിരാശയിലും അതുപോലെ പലവിധ ഭയത്തിനും അടിമപ്പെട്ട് സംശയത്തിലൊക്കെ അടിമപ്പെട്ടുകൊണ്ട് ഒത്തിരി മാനസികമായിട്ട് വേദനിക്കുന്നുണ്ടല്ലോ. കർത്താവെ, അവരുടെ ആ ഭയത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്, സംശയരോഗത്തിൽ നിന്ന്, കർത്താവെ, നിരാശയിൽ നിന്ന് അവർക്ക് വിടുതൽ നൽകണമേ. എല്ലാ ബന്ധനങ്ങളും അവിടുന്ന് അഴിക്കണമേ നാഥ. പാപബന്ധനങ്ങളിൽ കർത്താവെ, നൈരാശ്യത്തിലൊക്കെ ആയിരിക്കുന്നവര്, ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന മക്കളുണ്ടല്ലോ. അവർക്കൊക്കെ അവിടുന്ന് വിടുതൽ നൽകി രക്ഷയായി കൃപയായി അവരുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ SPF അംഗങ്ങളെയും അവരുടെ വ്യക്തിപരമായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഓ ദിവ്യകാരുണ്യനാഥ അവിടുത്തെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ സ്തോത്രം, മഹത്വം, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. നമുക്ക് ഭക്തിപൂർവം ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി മുട്ടുമടക്കി കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന,
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ.